നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. CR മഹേഷ് രാജിവെച്ചു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിട്ടു. കോൺഗ്രസിൽ ചീഞ്ഞുനാറി നിൽക്കാനില്ലെന്ന് വ്യക്തമാക്കിയ മഹേഷ് തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് കാരണം പാർട്ടി അംഗങ്ങളെന്നും ആരോപിച്ചു. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ CR മഹേഷിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ദേശീയ നേതൃത്വം. അതിനിടെ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി ഉമ്മൻചാണ്ടിയും രമേശും. താൽക്കാലികമായി തിരിച്ചടികളിൽ നിന്ന് മടങ്ങിവരാൻ പാർട്ടിക്ക് കരുത്തുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യമെന്നും ഉമ്മൻചാണ്ടി. KPCC അധ്യക്ഷനെ 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അതേസമയം മാണിയെ UDF-ൽ തിരിച്ചു കൊണ്ടുവരാൻ ലീഗ് എന്നും ശ്രമിച്ചിട്ടുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് ആത്മവിശ്വാസമില്ലെന്ന അഭിപ്രായം ആരും വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ MLA സ്ഥാനം രാജിവെക്കും. ഫലം വരുന്നതിന് മുൻപ് രാജിവെക്കുന്ന ചരിത്രം കേരളത്തിനില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. ചെയർമാന് ജാമ്യമില്ല. ലക്കിടി കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ P. കൃഷ്ണദാസിന് ജാമ്യമില്ല. ചെയർമാനു പുറമെ 5, 7 പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി. 6-ാം പ്രതി സുകുമാരന് ഉപാധികളോട് ജാമ്യം. ചെയർമാനെതിരായ പരാതി ലക്കിടി ജവഹർ ലോ കോളേജിലെ അനധികൃത പണപ്പിരിവ് ചോദ്യം ചെയ്ത വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്തിലെ മർദ്ദിച്ചെന്നും ചോദിക്കാൻ ചെന്ന രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും. കൃഷ്ണദാസിന് പുറമെ PRO, അധ്യാപകൻ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, നിയമോപദേശക എന്നിവരും കേസിൽ പ്രതികൾ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ റിമാൻഡ് ഏപ്രിൽ 3 വരെ. അതിനിടെ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട് മാനേജ്മെന്റുകളുടെ സമരം. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ നെഹ്റു ഗ്രൂപ്പിന്റെ പാമ്പാടി, ലക്കിടി കോളേജുകളിലേക്ക് SFI മാർച്ച്. രണ്ടിടത്തും വൻ പോലീസ് സന്നാഹം. മീനത്തിന്റെ മത്സരവീര്യം. മത്സരത്തിന് മീനച്ചൂടിൽ മലപ്പുറം. മുന്നണികൾ പ്രചരണം കൊഴുപ്പിച്ചു തുടങ്ങിയ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി N. ശ്രീപ്രകാശിന്റെ പത്രികാ സമർപ്പണം ഇന്ന്. അതിനിടെ കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ അറിയിച്ച KM മാണിയെ UDF-ലേക്ക് മടക്കി വിളിച്ചതിനെ ചൊല്ലി നേതാക്കളുടെ വാക്പയറ്റ്. E. അഹമ്മദ് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ മുന്നണിക്ക് അഭിമാനക്ഷതം സംഭവിക്കാതിരിക്കാനുള്ള സമ്മർദ്ദത്തിൽ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന കോടിയേരിയുടെ പ്രഖ്യാപനം നൽകിയ മുറുക്കത്തിൽ ഇടതു സ്ഥാനാർത്ഥി MB ഫൈസൽ. മോദി ഇഫക്റ്റിൽ പ്രതീക്ഷയുമായി ശ്രീപ്രകാശിനും മലപ്പുറത്ത് ഭാഗ്യപരീക്ഷണം. അതേസമയം KM മാണിയെ UDF-ലേക്ക് ക്ഷണിച്ചപ്പോൾ തെളിഞ്ഞത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമെന്ന് കോടിയേരി. മാണിയില്ലാതെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് ജയിക്കാനാവില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആക്ഷേപം. മാണിയുടെ പ്രവർത്തന ശൈലി UDF-ന് മാത്രം ചേർന്നതാണെന്നും അദ്ദേഹം മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്നും കാനം രാജേന്ദ്രൻ. പാപത്തിന്റെ പാനപാത്രം. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡന കേസിൽ 3 പേർ കൂടി കീഴടങ്ങി. ഇന്നു പുലർച്ചെ പേരാവൂർ CIക്ക് മുന്നിൽ കീഴടങ്ങിയത് 3 മുതൽ 5 വരെ പ്രതികളായ സിസ്റ്റർ ടെസ്സി ജോസ്, ഡോക്ടർ ഹൈദരാലി, സിസ്റ്റർ ആൻസി മാത്യു എന്നിവർ. ഒളിവിലുള്ള മറ്റു 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.